മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഇബ്രാഹിമേ, ഇത്രയും കാലം എന്നെ നിഷേധിച്ച അവന് ഞാൻ ഭക്ഷണം നൽകി, എന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം എന്തേ ഇബ്രാഹിം നൽകാത്തത്? അപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളുടെ പിന്നാലെ പോവുകയാണ്. പിന്നാലെ പോയി വഴിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ വരൂ, ഞാൻ നല്ല സദ്യ തരാം, നല്ല ഭക്ഷണം തരാം. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഈ മജൂസ് ചോദിക്കാണ്, നിങ്ങളല്ലേ എന്നെ ആട്ടിപ്പുറത്താക്കിയത്? നിങ്ങളല്ലേ ഞാൻ മജൂസിയാണെന്ന് പറഞ്ഞ് തള്ളിവിട്ടത്? എന്നിട്ടെന്തേ ഇപ്പോൾ എന്റെ പിന്നാലെ വന്നിരിക്കുന്നു? ഉടനെ പറയുകയാണ്, ആതബനി റബ്ബീ, എന്റെ റബ്ബെന്നെ കുറ്റം പറഞ്ഞിരിക്കുന്നു, എന്നെ ശാസിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണം തരാത്തതിന്റെ പേരിൽ പടച്ചവൻ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്തേ നീ കൊടുക്കാഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാൻ വന്നതാണ്. ലഖദ് ആതബനി റബ്ബീ, പടച്ചവൻ എന്നെ ചോദ്യം ചെയ്തു, എന്റെ ഇബ്രാഹിമേ അയാൾക്ക് ഭക്ഷണം കൊടുക്കാഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാൻ വന്നതാണ്. വരൂ സഹോദരാ, നല്ല ഭക്ഷണം തരാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിഅമർ റബ്ബു റബ്ബ്, നിഅമർ റബ്ബു റബ്ബ്, നിഅമർ റബ്ബു റബ്ബ്. അല്ലാഹു നിങ്ങളുടെ റബ്ബ് എത്ര ഉന്നതനാണ്. യുആതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി, അല്ലാഹ് അവൻ ഇഷ്ടമുള്ളവരെ കുറ്റപ്പെടുത്തുക ഇഷ്ടമില്ലാത്തവരുടെ കാര്യത്തിൽ. പടച്ചോനെ എതിരെ നിൽക്കുന്ന എതിരാളികളുടെ കാര്യത്തിൽ എതിരാളിയോട് എന്തിനുകൊണ്ട് നീതി ചെയ്തില്ല എന്ന് ഖലീലായ പ്രവാചകനോട് ചോദിക്കുക. എന്ത് പടച്ചോനെ ഇത്? എന്ത് റബ്ബാണിത്? റബ്ബു റബ്ബ്, എത്ര വലിയ സംവിധായകൻ. അവനേറ്റവും പ്രിയമുള്ള ഖലീൽ. ആ ഖലീലായ ഇബ്രാഹിം നബി മറ്റു പ്രവാചകന്മാരെ പോലല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ മഹത്വമുള്ള പ്രവാചകൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിജദ്ദിൽ അലി മുതദയ്യിന അനി ഖലീലല്ലാഹി ഇബ്രാഹിമ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തിലാണ് നമ്മളുള്ളത്.